ചേരുന്നു. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ വിജയം അത് പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം. പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന കൃത്യം 8 മണിക്ക് തുടങ്ങും. അതിനായി രാജ്യം കാത്തിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ സേന കുറേയേറെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പാകിസ്ഥാനിൽ നിന്ന് കുറേയേറെ വീമ്പ് പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്, കുറെ അവകാശവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഡൽഹി വരെ ആക്രമണം നടത്തുവാൻ പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു തെളിവ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല, ഒരു വീഡിയോ ദൃശ്യമില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇന്ത്യൻ സേന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കറാച്ചിയിൽ പോലും വ്യോമത്താവളം ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പാക് വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടത്. തെളിവുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇന്ന് പുറത്തുവിട്ടത്. ഇന്ത്യയുടെ DGMOമാർ, കരനാവിക വ്യോമസേന DGMOമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായ തെളിവുകൾ രാജ്യത്തിന് മുമ്പിൽ ഹാജരാക്കുക എന്നതാണ്. ഇത് വെറും ക്ലെയിമല്ല, യഥാർത്ഥ തെളിവുകളാണ്, ചിത്രങ്ങളാണ്, ഉപഗ്രഹ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ആക്രമണ ചിത്രങ്ങൾ, തെളിവുകളാണ്. ഇന്ത്യക്കുള്ളിൽ സംഭവിച്ച ആക്രമണ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഡാമേജ് മാത്രമാണ് ഉണ്ടായത് എന്നതിൻ്റെ സ്ഥിരീകരണവും വരുന്നു. ആദ്യമായിട്ടാണ് കറാച്ചി ആക്രമണ വിധേയമായി എന്ന ഒരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിൻ്റെ സ്ഥിരീകരണം വന്നത് ഇന്ന് സൈന്യം നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ലോകത്തോടായി പറയുകയാണ്, കറാച്ചി എന്ന തുറമുഖ നഗരം സിന്ധിൻ്റെ തലസ്ഥാനം ആക്രമണ വിധേയമായി. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും കുതിച്ചുയർന്ന ഒരുപക്ഷെ ആ റോക്കറ്റുകളായിരിക്കണം ഒരുപക്ഷെ കറാച്ചി നഗരത്തിൽ നാശം വിതച്ചത് എന്നത് തീർച്ചയായും അതിന് ഇനിയും സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ കറാച്ചിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു, തലസ്ഥാനമായി ഇസ്ലാമാബാദിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഇവിടെ എല്ലാമുള്ള വ്യോമതാവളങ്ങളാണ് ആക്രമണ വിധേയമായത് എന്ന് കൃത്യമായ ഇടങ്ങളിൽ ആക്രമണം നടത്ത വിവരങ്ങളാണ്. അതേസമയം പാകിസ്ഥാന്റെ പ്രഹരശേഷി പരമാവധി കുറവായിരുന്നു എന്ന് ചൈനീസ് നിർമ്മിത PL-15 എന്ന കുട്ടിഘോഷിക്കപ്പെട്ട മിസൈലിൻ്റെ ഒരു പ്രഹരശേഷി വളരെ കുറവായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നു. കാരണം പാകിസ്ഥാൻ ഉപയോഗിച്ചത് മുഴുവൻ തന്നെ ഡ്രോണുകളാണ്. കൂടുതലായും ആദ്യ ദിവസങ്ങളിൽ ഉപയോഗിച്ചത് ഡ്രോണുകളാണ്. നമുക്കറിയാം, ടർക്കിഷ് മെയ്ഡ് ഡ്രോൺ. ഇതൊക്കെ പലതും കാര്യമായ സ്ഫോടക വസ്തുക്കൾ പോലും ഇല്ലാത്ത സർവൈലൻസ് ഡ്രോണുകളാണ്. 350-400 പരം ഡ്രോണുകളാണ്. അതിൽ ഒന്നിന് പോലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എസ്കലേഷൻ നീങ്ങിയപ്പോൾ ചൈനീസ് നിർമ്മിത PL-15 മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചു. പക്ഷേ ആ മിസൈലുകൾക്കും ആകാശത്ത് വെച്ച് നമ്മുടെ ആകാശ് മിസൈൽ സംവിധാനത്തിന് വളരെ ഫലപ്രദമായി ചൈനീസ് മിസൈലുകളെ തടയാനായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് ഒന്നൊന്നായി പൂർത്തീകരിച്ചു എന്നതിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി താങ്കൾ നിർവഹിച്ചു എന്ന് രാജ്യത്തോടെ പറയുന്നു. ഇനി അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന സമ്മേളനം 8 മണിക്ക് രാജ്യം കാതോർക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ രാജ്യത്തോടായി ചെയ്യുന്ന സംസാരം, അതായത് ഈ എസ്കലേഷൻ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി. തീവ്രവാദ കേന്ദ്രങ്ങളിൽ 9 കേന്ദ്രങ്ങളിൽ ബഹവൽപൂരും മൊറിറ്റ്ഖയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറിൻ്റെയും ഒക്കെ താവളങ്ങൾ ആക്രമിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ രാജ്യത്തോടായി സംസാരിക്കുന്നത്. ഒരു പിടി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന അമേരിക്കൻ ഇൻവോൾവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉത്തരം ഒരുപക്ഷെ അല്ലെങ്കിൽ വിശദീകരണമെങ്കിലും ഉണ്ടായേക്കാം. അതായത് ഇവിടെ നമ്മുടെ ബൈലാറ്ററലിസം എന്ന നമ്മുടെ പോളിസി, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക, അതിന് അമേരിക്കയുടെ ഇടപെടലോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഇടപെടലോ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അനുവദിച്ചിട്ടുമില്ല. അതേക്കുറിച്ചുള്ള സ്ഥിരീകരണം, ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം. പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ നയത്തിൽ ഉഭയകക്ഷി ബൈലാറ്ററലിസം, സിംല അഗ്രിമെന്റിൽ കൊണ്ടുവന്ന ബൈലാറ്ററലിസം എന്ന നയത്തിൽ വെള്ളം ചേർത്തോ? അമേരിക്കൻ ഇടപെടൽ ഉണ്ടായോ? ഉണ്ടായെങ്കിൽ ഏതറ്റം വരെ? പാകിസ്ഥാനെ മാത്രം സമ്മർദ്ദപ്പെടുത്തിയോ അമേരിക്ക, അതോ ഇന്ത്യയുമായി കൂടി ഇന്ത്യക്ക് സമ്മർദ്ദത്തിലാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് ഈ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികൾ തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ DGMOയും DGNOയും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DGAOയും ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ.
ഇവർ 3 പേരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നമ്മുടെ സേനയ്ക്ക് എവിടെ വരെ മുന്നേറാൻ കഴിഞ്ഞു, അവിടെ എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതിരോധത്തിലായത് എന്ന കാര്യം കൃത്യമായിട്ട് അവർ വിശദീകരിക്കുകയാണ്. അതും ദൃശ്യങ്ങൾ സഹിതം വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആർമി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഡൽഹി വരെ ആക്രമണം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രാത്രികളിൽ 7, 8, 9 തീയതികളിൽ രാത്രികളിൽ അവർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു എന്നാണ്. പക്ഷേ നേരിയ പോറൽ മാത്രം ചില സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായി എന്നല്ലാതെ ഒരു തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഒരു തെളിവ് പോലും, കുറെ മാപ്പുകൾ കാണിച്ചതല്ലാതെ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇതുവരെ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ ഇന്ത്യ എന്ന കാര്യം വ്യക്തമാണ്. അത് സൈനിക കേന്ദ്രങ്ങളിൽ, വ്യോമത്താവളങ്ങളിൽ ഒക്കെയുണ്ട്. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ അത് നീണ്ടു നിൽക്കുകയാണ്. ലാഹോറിലും പ്രശ്നമുണ്ടാക്കി, റാവൽപിണ്ടിയിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. സേനയുടെ ഒരു പ്രതികരണം കേൾക്കാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ നേട്ടങ്ങളെന്ന്. हमारी एयर डिफेंस सिस्टम्स देश के लिए दीवार की तरह खड़ी थी और इसको भेदना दुश्मन के लिए नामुमकिन था. The performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the Osa AK and the LLAD guns in countering the Pakistani threat vectors in the current operations. They were all modern generations, but these battle-proven systems stood the test of time and took them on head-on. Another highlight has been the stellar performance of the indigenous air defense weapon system like the Akash system. Shown on the screen is the probable enemy PL-15 missile, which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. Another weapon system or weapon which was found was the long-range rocket, the pieces of which you can now see on the screen. We have talked about the loiter munitions and the unmanned aerial systems, and here are some of the glimpses of those systems which we have brought down.